ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി കുക്കറിൽ എങ്ങനെ ഒരു പെർഫെക്റ്റായിട്ട് ദം ബിരിയാണി റെഡിയാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോസുമായിട്ടാണ്. ഈ ബിരിയാണി തയ്യാറാക്കാനൊരു കാരണം കൂടിയുണ്ട്, സബ്സ്ക്രൈബിൻ്റെ റിക്വസ്റ്റും കൂടിയാണ്. ഗീ റൈസ് എങ്ങനെ പെർഫെക്റ്റായി കുക്കറിൽ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയും അതേപോലെ കുക്കറിൽ എങ്ങനെ പെർഫെക്റ്റായി ചെയ്തെടുക്കുക എന്നുള്ളത് വീഡിയോ ഇടാമോ ചോദിച്ചത് പ്രകാരം ഞാൻ നിങ്ങൾക്കൊരു പെർഫെക്റ്റായിട്ട് കുക്കറിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. ഈ ബിരിയാണി തയ്യാറാക്കാൻ ബാച്ചിലേഴ്സിനും അതുപോലെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അടി പിടിക്കാതെയും വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ കൂടാതെയും ഓയിലിൻ്റെ അംശം ഒട്ടും തന്നെ കൂടാതെയും പെർഫെക്റ്റായിട്ട് ചെയ്തെടുത്തൊരു ബിരിയാണിയാണ്. എല്ലാം നമ്മൾ ഈ കുക്കറിൽ തന്നെ ചെയ്ത് കാണിക്കുന്നത്, മറ്റൊരു പാത്രം കൂടി എടുത്തിട്ടില്ല. ഈ ബിരിയാണിയുടെ പെർഫെക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയെന്നുള്ളൂ. അരക്കിലും ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി ജീരകശാല അരി എടുക്കുക. അരക്കിലോ അരി നമ്മളൊരു പാത്രത്തിൽ കറക്റ്റായിട്ട് അളന്നെടുക്കുക. ആ പാത്രത്തിൻ്റെ അളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അരി ഒന്ന് കുതിർത്താനിടാം. 5 മിനിറ്റ് കുതിർത്തി വയ്ക്കുക. അപ്പോഴേക്കും നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടാവണം. അരക്കിലോ അരിക്ക് അരക്കിലോ ചിക്കൻ എന്ന അളവിലെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ പീസ് മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ടുകൾ തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു 7 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 6 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പെരുംജീരകമാണ്. 2 ടീസ്പൂൺ എന്നുള്ളതിൽ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും അളവൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റ് രൂപത്തിൽ കിട്ടും എല്ലാം കൂടിയിട്ടുള്ളത്. അത് വാങ്ങി ഒന്ന് വറുത്ത് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് കസകസയാണ്. അപ്പോൾ 1 ടീസ്പൂൺ എന്നളവിൽ കസകസ എടുക്കുന്നുണ്ട്. ഇനി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മസാല പൗഡർ പറയുമ്പോൾ പല രീതിയിലും ഗരം മസാല പൗഡർ പൊടിക്കാറുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ രീതിയിൽ ഞാൻ കാണിച്ചത്. അതേ മിക്സർ ജാറിലേക്ക് 6 പച്ചമുളകും 2 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഉണ്ട വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, അതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 2 തക്കാളി ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള സവാള അതേപോലെ വളരെ തിന്നായിട്ട് സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് വഴറ്റി കിട്ടാനും സവാള ഒന്ന് മൊരിഞ്ഞ് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ 100 ഗ്രാം എന്നളവിൽ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പിൻ്റെ പകുതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എന്നളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബിരിയാണി തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ വേറൊരു പാത്രം എടുക്കുന്നില്ല. ഈ കുക്കറിൽ തന്നെ എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരൊറ്റ പാത്രം മതി കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരിയെടുത്തതിന് ശേഷം അതേ ഓയിലിലേക്ക് നമ്മൾ 2 സവാളയാണല്ലോ അരിഞ്ഞെടുത്തത്. ഒരു സവാള പകുതി അരിഞ്ഞെടുത്ത അളവിൽ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗോൾഡൻ കളറാവണവരൊന്ന് മൊരിയിച്ചെടുക്കുക. ബിരിയാണി അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഗോൾഡൻ കളറാവണ രീതിയിൽ മാത്രം വറുത്തെടുക്കുക. അപ്പോൾ ഒരു സീറ്റായിരിക്കും. കുറച്ച് കരിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റാണ് വരിക. അതേ ഓയിലിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത 1.5 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കുഴഞ്ഞ രീതിയിൽ വരുന്ന പോലെ വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ 2-3 വഴറ്റിൽ വരുമ്പോൾ നല്ല രീതിയിലൊന്ന് വഴറ്റി കിട്ടിക്കോളും. വഴറ്റിയെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ എന്നളവിൽ ഞാൻ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ എന്നളവിൽ ഗരം മസാല പൗഡർ പൊടിച്ചെടുത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയുടെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്ത് വഴറ്റണ കാരണം നമുക്ക് പച്ചമണമൊക്കെ പോയി നല്ലൊരു ഫ്ലേവർ തന്നെ ബിരിയാണിക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ തൈര് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഒരു 50 ഗ്രാം എന്നളവിലാണ് തൈര് ചേർത്തി കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയതിന് ശേഷം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്കൊരളവ് അറിയണ കാരണം ഞാൻ 2 ടീസ്പൂൺ എന്നളവിൽ ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തത് നമ്മൾ ഓരോന്നായിട്ട് ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളത്തിൻ്റെ അംശം ഒട്ടില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഞാൻ ചെയ്യുന്നത്.
നല്ലപോലെ ചിക്കൻ വെള്ളത്തിൻ്റെ അംശം കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ചിക്കനിലേക്ക് മസാല പിടിക്കണ പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് റൈസ് വെന്ത് കിട്ടും, ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അതാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അരിയെടുത്ത പാത്രത്തിൻ്റെ അളവിൽ 1.25 കപ്പ് എന്നളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയ കാരണം നമുക്ക് 1.25 കപ്പ് എന്നളവിൽ മാത്രം മതി. വെള്ളം തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കഴുകി വൃത്തിയാക്കി എടുത്ത അരി നല്ലപോലെ വെള്ളം വാർന്നെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ എല്ലാവരുടെയും ഒന്ന് പിടിക്കണ പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. വിസിലിട്ടതിന് ശേഷം വേണം മൂടി വയ്ക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ബിരിയാണി തയ്യാറാക്കേണ്ടത്. വിസിൽ വരണം നിർബന്ധമില്ല. 5-10 മിനിറ്റ് കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് എയർ വരുന്നുണ്ടോ നോക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് എയറൊന്നും കളയരുത്. എയർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല. നമ്മുടെ റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റൈസ് പോലത്തെ എന്തെങ്കിലും കുക്കറിൽ ചെയ്യുമ്പോൾ താഴത്തുനിന്ന് വേണം മേലേക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടുവരാൻ. ഒട്ടും തന്നെ അടിപിടിക്കാത്ത രീതിയിലാണ് നമ്മൾ കുക്കറിൽ ബിരിയാണി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ബിരിയാണിയിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് പൈനാപ്പിൾ എസൻസും കുറച്ച് കളറും കൂടി ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസാണ് എടുത്തിരിക്കുന്നത്. ഈ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്തണം നിർബന്ധമില്ല. ഫ്രഷ് പൈനാപ്പിൾ വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം. ഈ എസൻസിലേക്ക് കുറച്ച് കളർ പൗഡർ ചേർത്തി കൊടുക്കുന്നുണ്ട്, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി. ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ പെർഫെക്റ്റ് ബിരിയാണി തയ്യാറാക്കിയത് കണ്ടോ? ഒറ്റയായിട്ട് തന്നെ റൈസും വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല. പൈനാപ്പിൾ എസൻസും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഈ കുക്കറിൽ തന്നെ ഇട്ട് ഇളക്കി കൊടുക്കാവുന്നുള്ളൂ. ഞാൻ എങ്ങനെ നമ്മുടെ പെർഫെക്റ്റായി കിട്ടിയതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. കുക്കറിൽ തയ്യാറാക്കിയ ബിരിയാണി ഒരു പാത്രത്തിലേക്ക് പകർത്തിയതിന് ശേഷം നമ്മൾ എസൻസ് മിക്സ് ചെയ്തതും കൂടി ഓരോ ഡ്രോപ്സ് ആയിട്ട് ഒറ്റിച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഗോൾഡൻ കളറായി വറുത്തെടുത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അതിന് മുകളിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. 3-4 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് തരാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.